ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് സ്ക്വയർ പ്രിസം ബേസ് സൈഡ് ബേസ് എഡ്ജ് എത്രയാണ് 40 mm ആൻഡ് ആക്സിസ് ലെങ്ത് 80 mm. Axis length 80 mm. Its axis perpendicular to HP and parallel to VP. Its axis perpendicular to HP and parallel to VP. Okay. Draw the projection of the solids. Okay ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞേക്കുന്നത്? ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ സ്ക്വയർ പ്രിസം. അതിന്റെ ബേസ് എഡ്ജ് നമുക്കറിയാം, ഈ ഒരു ലൈൻ എന്താണ് ബേസ് എഡ്ജ് എത്രയാണ് 40 mm. ഓക്കെ, അതിന്റെ ഹൈറ്റ് എത്രയാണ് 80. ഇതാണ് അതിന്റെ ഹൈറ്റ്, ഇതാണ് 80. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ്റെ സോളിഡ്സ് HP നമുക്കറിയാം 2 പ്ലെയിൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്തോ. ഈ ബോർഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ VP ആണ്. ഞാൻ എൻ്റെ കയ്യിൽ ഈ സോളിഡ്സ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് HP ആണ്. ബോർഡ് എന്ന് പറയുന്ന VP ആണ്. ഓക്കെ, ദെൻ എൻ്റെ കൈ എന്ന് പറയുന്നത് HP ആണ്. ഓക്കെ ആണല്ലോ. നമുക്കിനി എന്താ വരയ്ക്കേണ്ടത്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ് വരയ്ക്കേണ്ടത്. നമുക്കറിയാം ഈ ഒരു ഡയറക്ഷനാണ് ഫ്രണ്ട് വ്യൂ, ഈ ഒരു ഡയറക്ഷനാണ് നമ്മുടെ ടോപ്പ് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഒബ്സർവറിന് എന്താ വിസിബിൾ? ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പാണ് വിസിബിൾ. ദാറ്റ് ഈസ് ഈ ഒരു ബേസ് എഡ്ജ് 40 ആണ്, ദെൻ ഹൈറ്റ് 80 ആണ്. ഓക്കെ അല്ലേ? ദെൻ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഒബ്സർവറിന് എന്താ വിസിബിൾ? ഒരു സ്ക്വയർ ബേസ് എഡ്ജ് ആണ് വിസിബിൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഡ്രോയിങ് വരയ്ക്കുന്നതിന് മുമ്പേ റെഫറൻസ് പ്ലെയിൻ ആദ്യം വരയ്ക്കുക. റെഫറൻസ് പ്ലെയിൻ മീൻസ് XY. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊരു ഇമേജ് എടുത്താലും ഏതൊരു സോളിഡ്സ് എടുത്താലും ടോപ്പ് വ്യൂ ആണ് ഫസ്റ്റ് വരയ്ക്കുന്നത്. ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ബേസ് നമുക്കറിയാം, ഇതാണ് ബേസ്, ഇതാണ് അതിന്റെ ഫേസ്. ഓക്കെ, ബേസിനാണ് ഏതൊരു ഫിഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ഫിഗർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്ത് കാണുന്നത്? അതിന്റെ ബേസ് കാണും അല്ലേ? ബേസ് എത്രയാണ് 40 mm. എന്താ ഷേപ്പ്? സ്ക്വയർ ഷേപ്പ്. നമുക്കറിയാം സ്ക്വയറിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ്സ് എത്രയാണ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പ് വ്യൂ എപ്പോഴും XYക്ക് താഴെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പ് വ്യൂ വരയ്ക്കണം. എത്രയാണ് സൈഡ്സ്? 40 mm. ഈ ബേസ് വരയ്ക്കുന്ന ഫിഗർ ഒരിക്കലും നിങ്ങൾ XYയിൽ ടച്ച് ചെയ്ത് വരയ്ക്കരുത്. ഇപ്പോൾ ബേസ് XYക്ക് താഴെയാണെങ്കിൽ ഒരു അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 1 cm. ഓക്കെ, ഇപ്പോൾ ബേസ് XYക്ക് മുകളിലാണ് വരുന്നതെങ്കിൽ ഒരു 1 cm കീപ്പ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ബേസ് വരയ്ക്കുകയാണ്. എത്രയാണ്? 40 mm. ഓക്കെ, നിങ്ങൾ സ്കെയിൽ കൊണ്ട് വൃത്തിയായിട്ട് വരയ്ക്കുക. എത്രയാണ്? 40 mm. 40 mm എത്രയാണ്? 4 cm. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഞാൻ പ്ലേസ് ചെയ്തു. ഒബ്സർവർ ടോപ്പ് വ്യൂ നോക്കി കണ്ടതായ ബേസ് എത്രയാണ്? 40 mm. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരച്ചത്. ഇനി ഫ്രണ്ട് വ്യൂ നോക്കി എന്താ വിസിബിൾ ഒബ്സർവറിന്? ഈ റെക്ടാംഗിൾ ഫേസ് അല്ലേ? എത്രയാണ്? ഈ 40 കാണാം, ഈ 80 കാണാം. അപ്പോൾ നിങ്ങൾ നേരെ ഇവിടെ ലൈറ്റ് ആയിട്ട് ഞാൻ മുകളിലോട് പ്രൊജക്ട് ചെയ്യാം. പ്രൊജക്ട് ചെയ്തതിന് ശേഷം എത്രയാ ഹൈറ്റ്? 80 mm. ഓക്കെ, ഇനി ഇതിന്റെ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? മിഡ് പോയിന്റ് കിട്ടും. മിഡ് പോയിന്റ് എപ്പോഴും ചെയിൻ ആയിട്ട് വരയ്ക്കാവും. അതിന്റെ ആക്സിസ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് എല്ലാവരും വരച്ച് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്ക്വയർ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബേസ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ പ്രൊട്രാക്ടർ വയ്ക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതിനുശേഷം വേണം സ്ക്വയർ വരയ്ക്കാൻ, തെറ്റിക്കരുത്. ഓക്കെ, കറക്റ്റ് എല്ലാ സൈഡ്സും എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഒന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഈ ഒരു സോളിഡ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പോയിന്റ് ABCD. ഓക്കെ, ദെൻ ബോട്ടം പോയിന്റ് EFGH. അപ്പോൾ 8 പോയിന്റ് ഉണ്ട്, 8 കോർണേഴ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഒബ്സർവ് പറഞ്ഞത് ഈ ഒരു ഫേസ് മാത്രമേ കാണാവൂ. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ABCD 4 പോയിന്റ് ആണ് വിസിബിൾ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ടോട്ടലി ഇവിടെ ഒരു ബേസ് ആണ് വിസിബിൾ, താഴത്തെ ബോട്ടം ബേസ് എന്താണ്? ഇൻവിസിബിൾ. അപ്പോൾ ഇൻവിസിബിൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക എപ്പോഴും. ഓക്കെ, അപ്പോൾ ടോപ്പിൽ നിന്ന് കാണുന്നതായ പോയിന്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ പോയിന്റ് ABCD. ഓക്കെ, അതായത് ABCD വിസിബിൾ. അടുത്തിന് താഴെ ഉണ്ടല്ലോ EFGH. ഓക്കെ, അപ്പോൾ ഇൻവിസിബിൾ പോയിന്റ്സ് EFGH. ഓക്കെ, എന്തുകൊണ്ടാണ് ഡാഷ് കൊടുക്കാതെ?
കാരണം ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എന്ത് വേണ്ട, ഡാഷ് വേണ്ട. ഓക്കെ, ഇനി അടുത്ത ഫ്രണ്ട് വ്യൂ നോക്കുക. അപ്പൊ എന്താ കാണാം, എയും ബിയും കാണാം, സിയും ഡിയും കാണാൻ പറ്റുമോ? ഇല്ല, ഇൻവിസിബിൾ. അപ്പോൾ ഇതെന്താണ്, ഫ്രണ്ട് വ്യൂ ആണ്, ഡാഷ് വേണം. എ ബി വിസിബിൾ, സി ഡി ഇൻവിസിബിൾ. എന്ത് വരും, എ ഡാഷ് ബി ഡാഷ്, പുറകില് സി ഡാഷ് ഡി ഡാഷ്. ഓക്കെ, ദെൻ ബോട്ടം പോയിന്റ് ആരാണ്, ഇ എഫ് ജി എച്ച്. അപ്പൊ ഇയും എഫും എന്താണ്, വിസിബിൾ. അപ്പോ ഇ ഡാഷ് എഫ് ഡാഷ് ദെൻ ജി ഡാഷ് എച്ച് ഡാഷ്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രിസം എടുക്കുമ്പോൾ മാത്രമാണ് ഒരു ബേസ് ഒരു ടോപ്പും ഉള്ളത് അല്ലേ. ഇപ്പൊ പിരമിഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പിരമിഡിന് എന്ത് വേണ്ട, ഈ ബ്രാക്കറ്റിനകത്ത് പോയിന്റ് വേണ്ട. കാരണം ടോപ്പിൽ നോക്കുമ്പോൾ ഒബ്സർവറിന് ഒറ്റ ബേസേ കാണാവൂ അല്ലേ, ടോപ്പിൽ നോക്കുമ്പോൾ. പക്ഷെ പ്രിസത്തിനാണ് ഇൻവിസിബിൾ വരും. ആ സമയത്ത് ബ്രാക്കറ്റിൽ ഫസ്റ്റായിട്ട് പേര് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇത് വരയ്ക്കാനായിട്ട് ഒരു എളുപ്പമായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മനസ്സിലായി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് വരച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വായിച്ചപ്പോൾ നമുക്ക് പ്രസമാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുമ്പോൾ സ്ക്വയർ പ്രസമാണ്. നമുക്കറിയാം 4 പോയിന്റ് ടോപ്പിൽ നോക്കുമ്പോൾ ഒബ്സർവറിന് 4 പോയിന്റ് വിസിബിൾ ആണ്. അപ്പോൾ ആ 4 പോയിന്റ് ഫോർ എക്സാമ്പിൾ ടോപ്പ് വ്യൂ ആയതുകൊണ്ട് എ ബി സി ഡി എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്കറിയാം ഇതേപോലെ ഒരു ബേസ് ബോട്ടം പോർഷനിൽ കിടപ്പുണ്ട് അല്ലേ, അതെന്താണ് ഇൻവിസിബിൾ. അപ്പോൾ ഇൻവിസിബിൾ ഞാൻ ഇ എഫ് ജി എച്ച് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ. നമുക്കിനി അറിയാം എ ബി സി ഡി. ഞാൻ എ ബി സി ഡി എവിടെയാണ് മാർക്ക് ചെയ്തത്, ടോപ്പിലാണ് മാർക്ക് ചെയ്തത്. എ ബി സി ഡി ടോപ്പ് ഫേസ് ആണ്, ഇ എഫ് ജി എച്ച് ബോട്ടം ഫേസ് ആണ്. അത് ഓർക്കുക നിങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഈ എ ബി സി ഡി ടോപ്പിൽ ഈ ലൈനിലെ മാർക്ക് ചെയ്യാവും, ഇ എഫ് ജി എച്ച് ബോട്ടത്തിലെ മാർക്ക് ചെയ്യാവും. ഈ ഒരു കാര്യം ഓർക്കുക. ഓക്കെ, നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വ്യൂ ആയിട്ട് ഈ ഒരു പേന പിടിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പുറകിലത്തെ പോയിന്റ് എന്താണ്, ഇൻവിസിബിൾ ആണ്. ഇപ്പം പേന ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് 2 എൻഡും വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് വ്യൂ ചെയ്യുക. വ്യൂ ചെയ്യുമ്പോൾ എ വിസിബിൾ ആണ്, ഡി ഇൻവിസിബിൾ ആണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഈ ഒരു ലൈനിൻ്റെ ഏത് പോയിന്റേ കാണാവൂ. അപ്പോൾ ടോപ്പിൽ മാർക്ക് ചെയ്യാം എ ഡാഷ് ബ്രാക്കറ്റിൻ്റെ ഡി ഡാഷ്. ഓക്കെ, ക്ലിയർ. ദെൻ ബി വിസിബിൾ ആണ്, സി ഇൻവിസിബിൾ ആണ്, ബി ഡാഷ് ബ്രാക്കറ്റിൻ്റെ സി ഡാഷ്. ഓക്കെ, ദെൻ ഈ വിസിബിൾ. അടുത്തിന് ബോട്ടം പോർഷൻ മാർക്ക് ചെയ്യണം. ബോട്ടത്തിലും സെയിം തന്നെയാണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് മാത്രം എടുക്കുക. അപ്പോൾ എന്താണ്, ഈ വിസിബിൾ എച്ച് ഇൻവിസിബിൾ, ഇ ഡാഷ് ബ്രാക്കറ്റിൽ എച്ച് ഡാഷ്. ദെൻ എഫ് വിസിബിൾ ജി ഇൻവിസിബിൾ, എഫ് ഡാഷ് ബ്രാക്കറ്റിൽ ജി ഡാഷ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് ഒബ്ജക്റ്റ് വെച്ച് റിയൽ ഇമേജ് കാണിച്ചു തന്നെയാണ് പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട്. സെക്കൻഡ് വൺ ഇതെന്താണ്, ഈസി ആയിട്ട് മെത്തേഡ് പറഞ്ഞു തന്നെയാണ്. 2 മെത്തേഡും ഫോളോ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഇതിന് നിങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക, ഇപ്പോൾ ഈ ഒരു ഇമേജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്സർവറിന് വിസിബിൾ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ടോപ്പിൽ വരുന്ന 4 ഫേസ് എഡ്ജ് മാത്രം. അപ്പോൾ ഈ 4 എഡ്ജ് മാത്രമേ ഡാർക്ക് ചെയ്ത് വരയ്ക്കാവൂ. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്താ വിസിബിൾ, ഈ ഒരു റെക്ടാങ്കുലർ ഫേസ് മാത്രം. അപ്പോൾ ഈ റെക്ടാങ്കുലർ ഫേസ് മാത്രമേ ഡാർക്ക് ചെയ്ത് വരയ്ക്കാവൂ. ദെൻ അതിനുശേഷം ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ഹൈറ്റ് എത്രയാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം, 80 mm കൊടുക്കുക. ദെൻ ഈ ഒരു ബേസ് എത്രയാണ്, 40 mm. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞ് സ്ക്വയർ കൊടുത്തതിന് ശേഷം 40 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 സൈഡ് എന്താണ്